തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ വലിയ പ്രതിഷേധം ഉടലെടുക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BJP നഗരസഭ മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിനെ പോലീസിനെ ഉപയോഗിച്ച് നേരിടാനുള്ള ശ്രമമാണ് തുടക്കം മുതൽ ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ മാർച്ച് നഗരസഭാ കവാടത്തിന് തൊട്ട് മുൻപിൽ എത്തിയപ്പോൾ തന്നെ അടിച്ചമർത്താനുള്ള നീക്കമുണ്ടായി. 7 തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴത്തെ വിവരങ്ങൾ എന്തെല്ലാം? കൗൺസിലർമാർക്കെതിരായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്ന സമയത്താണ് വീണ്ടും പ്രതിഷേധമുണ്ട്. വീണ്ടും പോലീസിന്റെ ഭാഗത്ത് പ്രകോപനപരമായിട്ട് ഈ കൗൺസിലർമാർ നേരെ പോലീസ് നിൽക്കേണ്ട സമീപനമുണ്ടായി. വീണ്ടും പോലീസിന്റെ ഭാഗത്ത് പ്രകോപനപരമായിട്ട് ഈ കൗൺസിലർമാർ നേരെ പോലീസ് നിൽക്കുന്ന സമീപനമുണ്ടായി. ഞങ്ങളെ നിരപരാധിയായ കൗൺസിലർമാർക്കെതിരെ അവര് വെച്ച ബോർഡ് ഞങ്ങൾ എടുത്തു. അതിന് ഇവിടുത്തെ പോലീസിന്റെ ഒത്താശയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ കൗൺസിലർമാർക്കെതിരെ ബോർഡോ ഫ്ലെക്സോ വെച്ചാൽ ഞങ്ങൾ കൃത്യമായി എടുത്തു മാറ്റിയിരിക്കും. ഇതിനകത്തിരിക്കുന്നവർക്കെതിരെ എത്ര ഫ്ലെക്സുകളൊക്കെ ആരെങ്കിലും ഉണ്ടോ? തട്ടിപ്പെവിടെ? ഇവിടെ തട്ടിപ്പ് എവിടെ? വിജിലൻസ് അന്വേഷിച്ച തട്ടിപ്പ് എവിടെ? പോലീസിനില്ലേ പരാതി? കൗൺസിലർമാരുടെ പ്രതിഷേധം, കൗൺസിലർമാരുടെ പ്രതിഷേധം. രോഹിണി, BJP മാർക്കെതിരായി എടുത്തു മാറ്റുന്നതിനെതിരെ പോലീസ് കൗൺസിലർമാർക്ക് നേരെ പ്രകോപനപരമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് കൗൺസിലർമാർ പറയുന്നത്. BJPയുടെ പ്രതിഷേധം, കൗൺസിലർമാരുടെ പ്രതിഷേധം, പിന്നഴിമതിയാണ്, പിന്നഴിമതിയാണ്, പെണ്ണിൽ അഴിമതിയാണ്, മിച്ചം പിന്നിലും അഴിമതിയാണ്, കോടികൾ കോടികൾ കട്ടുപിടിച്ച് കോടിയടിച്ചൊരു മേയറ്. പ്രതിഷേധം, പ്രതിഷേധം, കൗൺസിലർമാരുടെ പ്രതിഷേധം, കള്ളി മേയറ്, കാട്ടുകള്ളി മേയറ്, കോടികളൊക്കെ തട്ടിയെടുത്ത് കട്ടുപിടിച്ച് പ്രതിഷേധം, പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം, കൗൺസിലർമാരുടെ പ്രതിഷേധം, 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 BJPയുടെ പ്രതിഷേധം, കോടികളൊക്കെ കട്ടുപിടിച്ച് കോടിയടിച്ചൊരു മേയറ്, അഴിമതിക്കാരിയായ മേയർക്കെതിരെയാണ് കടുത്ത പ്രതിഷേധം BJP കൗൺസിലർമാർ നഗരസഭയിൽ തന്നെ ഉയർത്തുന്നത്. ടിൻഡു കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ടിൻഡു, നേരത്തെ നഗരസഭയ്ക്ക് മുന്നിലേക്ക് BJP നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടുന്ന മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ BJP കൗൺസിലർമാർ തന്നെ വലിയ പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? പ്രതിപക്ഷ കൗൺസിലർമാർ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. വലിയ രീതിയിലേക്ക് പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷം
പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷം ഇവര് ഈ ബാരിക്കേഡുകൾ തുറന്നുകൊണ്ട് നഗരസഭയ്ക്ക് അകത്തേക്ക് വരുന്ന സമയത്ത് പോലീസുകാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്നു. പോലീസുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്ന സമയത്ത് ഈ ഫ്ലക്സ് അവസ്ഥ വന്നു. അതിനുശേഷം പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഈ നഗരസഭയ്ക്കുള്ളിലേക്ക് വരികയായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിന് മുന്നിലൂടെയാണ് ഇപ്പോൾ പ്രതിഷേധം കടന്നു പോകുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത് ഈ നഗരസഭയിൽ പല കാലങ്ങളായിട്ട് ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണങ്ങളൊന്നും ശ്രദ്ധ വെക്കാതെ അതിനൊന്നും പരിഹാരം കണ്ടെത്താതെ വീണ്ടും അഴിമതിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് പ്രതിഷേധവുമായിട്ട് ഈ പ്രവർത്തകർ മുന്നോട്ടേക്ക് എത്തിയത്. വലിയ രീതിയിൽ പ്രതിഷേധം തന്നെ നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 7 തവണയാണ് ഇത്തരത്തിൽ പ്രവർത്തകർക്ക് ഈ ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷം ഈ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുകയും പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് തടയുകയായിരുന്നു. പിന്നീട് ഈ പ്രതിഷേധം അവസാനിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പോലീസുകാരും പ്രവർത്തകരോട് തർക്കമുണ്ടാകുന്നത്. പല ഘട്ടങ്ങളിലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും മറുപടി നൽകാതെ, ഒരു ഘട്ടത്തിൽ പോലും വ്യക്തമായിട്ടുള്ള മറുപടി നൽകാതെ, ഇവരുടെ ആവശ്യങ്ങൾ വ്യക്തമായ രീതിയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാതെ പ്രതിപക്ഷ അംഗങ്ങളുടെ ശബ്ദം നിലപ്പിക്കുന്ന രീതിയിൽ അവർക്ക് സംസാരിക്കാനുള്ള മൈക്കുകൾ ഓഫ് ചെയ്ത് അവരുടെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് അതിനുമേൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഏകാധിപതിയായിട്ടുള്ള നിലപാടെടുക്കുകയാണ് മേയറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ നിലപാടുകൾക്കെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ BJP കൗൺസിലർമാരുടെ, പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇത് നഗരസഭയിലേക്ക് ഒരു വലിയ പ്രതിഷേധവുമായിട്ട് ഉയർന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിവിധ ഘട്ടങ്ങളിൽ അഴിമതി ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉയർന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പട്ടികജാതി ഫണ്ട് തട്ടിപ്പാണ്. പിന്നീട് വരുന്നത് ഈ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടത്. പിന്നീട് വരുന്നത് പല നികുതിയും ഇത്തരത്തിൽ ഈ ഇടത് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പല നികുതി പണവും പിരിച്ചെടുക്കുന്ന ഒരവസ്ഥ വരുന്നു. പിന്നീട് പാവപ്പെട്ട കുട്ടികൾക്കുള്ള കമ്പ്യൂട്ടർ വിതരണം, അതിൽ അഴിമതി കാണിക്കുന്നു. പിന്നീട് ലാപ്ടോപ്പ് വിതരണത്തിൽ നടന്നത് വ്യാപക അഴിമതിയാണ്. കാരണം നമുക്കറിയാം ഈ കൗൺസിലിനകത്ത് വരുന്ന ഇടത് അംഗങ്ങളുടെ, പ്രധാനപ്പെട്ട ഇടത് അംഗങ്ങളുടെ മക്കൾക്കും അതോടൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്കുമാണ് ഈ ലാപ്ടോപ്പിന്റെ തുക വീതിച്ചു നൽകിയത്. അപ്പോൾ പല ഘട്ടത്തിലും ഇത്തരത്തിൽ അഴിമതികൾ ചൂണ്ടിക്കാട്ടി ഈ അഴിമതികൾക്കൊന്നും വ്യക്തമായിട്ടുള്ളൊരു മറുപടി നൽകാതെ, വ്യക്തമായിട്ട് ഈ അഴിമതികൾ അന്വേഷിക്കാതെ മേയറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലുകളാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. നേരത്തെ പാർലമെന്ററി കാര്യാംഗം കൂടിയായിട്ട്, നഗരസഭയിലെ പാർലമെന്ററി കാര്യാംഗം കൂടിയായിട്ടുള്ള കൗൺസിലർ MR ഗോപൻ എങ്ങനെയാണ് നഗരസഭയെ സൂചിപ്പിച്ചത്? CPM ജില്ലാ കമ്മിറ്റിക്ക് CPM ജില്ലാ കമ്മിറ്റിയുടെ അറവ് പശുവായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനുശേഷം പല ഘട്ടങ്ങളിലും കൊണ്ടുവരുന്ന ഒരു ആരോപണങ്ങൾ പോലും, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവ് നിരത്തിയിട്ട് പോലും ഒരു ഘട്ടത്തിലും ഇത് അന്വേഷിച്ച് എത്തേണ്ട കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്താനുള്ള നടപടി മേയറുടെ ഭാഗത്തു നിന്നോ നഗരസഭ കൗൺസിലിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ഇത് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ കാലങ്ങളായിട്ട് വരുന്ന നഗരസഭയിലുള്ള അഴിമതി ആരോപണങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായിട്ട് BJP കൗൺസിലർമാരും പ്രതിപക്ഷ BJP കൗൺസിലർമാരും അതോടൊപ്പം തന്നെ ജില്ലാ BJP നേതൃത്വത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പട്ടികജാതി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 30 ലക്ഷം രൂപ പട്ടികജാതി ഫണ്ട് തട്ടിപ്പിന് ശേഷം വരുന്നത് 30 ലക്ഷം രൂപയുടെ നികുതി പണം തട്ടിയെടുത്തതായിരുന്നു. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയവ വിതരണം ചെയ്യുന്നതിൽ നിന്നും ഫണ്ട് തട്ടിയെടുത്തിട്ടുണ്ട്. അത്തരത്തിലേതാണ്ട് 30 ലക്ഷത്തോളം രൂപ ഒരു ഇടത് യുവജന സംഘടനയുടെ നേതാവ് തട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടെത്തിയത് BJP നേതാക്കളല്ല. ഇത് കണ്ടെത്തിയതെന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസാണ്, പിണറായി വിജയന്റെ വിജിലൻസ് ആണ്. ഇത് BJP ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. ഇത് കണ്ടെത്തിയത് പിണറായി വിജയന്റെ വിജിലൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ വിജിലൻസിന്റെ അന്വേഷണത്തിൽ വരെ പ്രഥമ ദൃഷ്ടിയാൽ തെളിഞ്ഞിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അല്ലെങ്കിൽ അഴിമതികൾ, ഈ അഴിമതികൾ കുളിച്ചു നിൽക്കുന്ന നഗരസഭയിൽ ഒരു വ്യക്തമായിട്ടുള്ള ഭരണമാറ്റം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിശക്തമായ രീതിയിൽ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധം നഗരസഭയ്ക്കുള്ളിലേക്ക് കടന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ശബ്ദമായിട്ട് തന്നെ നഗരസഭയ്ക്കുള്ളിൽ ഉയർത്തിയിട്ടുണ്ട്. കൗൺസിൽ യോഗങ്ങളിൽ പലതിലും ഈ പ്രതിപക്ഷ കൗൺസിലർമാർ സംസാരിക്കുന്ന സമയത്ത് അവരുടെ വാക്കുകൾ കേൾക്കാതെ, അവരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ പല ഘട്ടങ്ങളിലും അവർ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്ന പ്രവണത അത് മേയറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ ഒഴിവാക്കാനും ഇവിടെ നിന്ന് ലഭിക്കേണ്ട ഫണ്ടുകൾ, സാധാരണക്കാരായിട്ടുള്ള ക്ഷേമ പദ്ധതി ഇനത്തിൽ ലഭിക്കേണ്ട ഫണ്ടുകൾ സാധാരണക്കാരുടെ കയ്യിൽ എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ BJP ജില്ലാ നേതൃത്വത്തിലും ജില്ലാ
ജില്ലാ യൂണിറ്റ് നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധം ഇപ്പോൾ നഗരസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധം ഇത്തരത്തിൽ രീതിയിൽ തന്നെ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്നും BJPയുടെ ഭാഗത്ത് നിന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് BJP കൗൺസിലർമാർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും കേൾക്കാനോ അതിൽ വ്യക്തമായ അന്വേഷണം നടത്താനോ സാധിച്ചിട്ടില്ല. ഈ വിജിലൻസ് പോലും പല ഘട്ടങ്ങളിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അതിലൊന്നും ഒരു മറുപടി തരാത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായിട്ട് BJP കൗൺസിലർമാർ മുന്നോട്ട് പോകുന്നത്. നീലിമ, ടിൻഡു, 40 വർഷമാണ് CPM നഗരസഭ ഭരിച്ചത്. ഈ അഴിമതിയുടെ കൂത്തരങ്കായി നഗരസഭ മാറിയിരിക്കുന്നു എന്നത് അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഓരോ അഴിമതിയും BJP നേതാക്കൾ തുറന്നു കാണിച്ചത്. 4.5 വർഷക്കാലം പിന്നിടുന്ന ഈ ഭരണകൂടത്തിന്റെ തുടർച്ചയായിട്ടുള്ള അഴിമതി 4.5 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയുടെ 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹം 34 കൗൺസിലർമാരെ സമ്മാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ നഗരസഭ തന്നെ അടിച്ചുകൊണ്ടുപോയി വിറ്റ് കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടമായി ഈ ഭരണകൂടം അധപ്പതിച്ചിരിക്കുകയാണ്. തൊടുന്നതിലെല്ലാം അഴിമതി, തൊടുന്ന കാര്യങ്ങളൊക്കെ അഴിമതിയായി മാറിയിരിക്കുന്നു. 4.5 വർഷക്കാലം ഈ പട്ടികജാതി വിഭാഗത്തിൽ കൊടുക്കുന്ന ആ പട്ടികജാതി വികസന ഫണ്ടിന്റെ തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസ് അന്വേഷണം വഴിമുട്ടി അത് വിജിലൻസിനെ ഏൽപ്പിച്ചു. ആ വിജിലൻസിനെ ഏൽപ്പിച്ചിട്ടുള്ള കേസ് ഇന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. അത് എവിടെയും എത്തിയിട്ടില്ല എന്നാണ്. ഇവിടെ ആരോപണങ്ങൾക്ക് മാത്രമല്ല, തുടർച്ചയായിട്ട് വരുന്ന അഴിമതികളുടെ ഒരു കൂത്തരങ്ങായി തിരുവനന്തപുരം നഗരസഭ മാറിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് CPM നേതൃത്വം കൊടുക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾക്കൊക്കെ തന്നെ ആര്യ രാജേന്ദ്രൻ ഒരു ആനമണ്ടത്തരമായി പോയി എന്ന് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പോലും വിധി എഴുതപ്പെട്ടിരിക്കുന്നു. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് അധികാര തുടർച്ച കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായി 10 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വാർഡുകളെ കീറിമുറിച്ചിരിക്കുക. തുടർച്ചയായിട്ട് ഭരണത്തിൽ വരാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വാർഡുകളെ, ജനങ്ങളെയൊക്കെ കീറിമുറിച്ച് അവരുടെ ആധാർ, അവരുടെ ID കാർഡ്, അവരുടെ റേഷൻ കാർഡ്, അവരുടെ പാസ്പോർട്ട്, അവർക്കുണ്ടാകുന്ന ആധികാരികമായിട്ടുള്ള രേഖകളൊക്കെ ഈ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിങ്ങളും ഞാനും ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടു നമ്പർ മാറുന്നു, നിങ്ങളുടെ TC നമ്പർ മാറുന്നു, നിങ്ങളുടെ വാർഡിൻ്റെ നമ്പർ മാറുന്നു. ഇത് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ, CPMന് അധികാരത്തിൽ വരാൻ വേണ്ടി ഏതെങ്കിലും ഒരു സോണലിൽ ജനസംഖ്യ ആനുപാതികമായി ഒരു വാർഡ് കൂട്ടുവാൻ സർക്കാർ നിയോഗിച്ചതോ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനമോ നിയമസഭ തീരുമാനിച്ചതോ ഒക്കെ ആവട്ടെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർക്കതിന് സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് കാണാൻ കഴിയുന്നത് 10 ലക്ഷത്തിൽ വരുന്ന ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ഒരു ഭരണകൂടമായി മാറിയിരിക്കുന്നു. വീണ്ടും അധികാരത്തിൽ വരാൻ വാല് പോലെ വാർഡുകളെ കയറിമുറിച്ചു. PTP കേരളത്തിൻ്റെ 2ാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുള്ളിയുടെ പേരിലുണ്ടായിരിക്കുന്ന ആ വാർഡിനെ ഇല്ലാതാക്കപ്പെട്ടു. ശ്രീവരാഗം വാർഡിൽ പ്രക്ഷോഭം മൂത്തപ്പോൾ ശ്രീവരാഗം വാർഡ് തിരിച്ചു കൊണ്ടുവന്നു. കുര്യാത്തി വാർഡിനെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കുര്യാത്തി മോഹൻ കൗൺസിലറായിട്ടുള്ള പാരമ്പര്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വിധി എഴുതുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് ആ വാർഡിനെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കുന്നു. ചെറുവയ്ക്കൽ വാർഡിനെ ഇല്ലാതെ ആക്കിയിരിക്കുന്നു. അങ്ങനെ വാർഡുകളെ നശിപ്പിച്ചുകൊണ്ട് ഈ അഴിമതി മൂടിവെക്കാൻ വാർഡുകളെ ഇല്ലാതാക്കിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാം എന്ന് ആര്യ രാജേന്ദ്രൻ വിചാരിച്ചാൽ അത് നടക്കില്ല. ഇവിടുത്തെ ജനങ്ങൾ അതിനൊന്നും വകവെച്ച് കൊടുക്കില്ല എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് SFIയുടെ പ്രവർത്തകരെ ഇതിൻ്റെ മുകളിലും താഴെയും കൊണ്ട് നിർത്തിയിട്ട് ഇവിടുത്തെ കൗൺസിലർമാരെ, ജനപ്രതിനിധികളെ ആക്രമിക്കാനായിട്ട് ഇവിടെ കച്ചകെട്ടി നിൽക്കുക. ആക്രമണം എന്ന് പറയുന്നത് SFIയുടെ കുത്തകയല്ല, CPMൻ്റെ കുത്തകയല്ല, ആര്യ രാജേന്ദ്രൻ്റെ കുത്തകയല്ല. നിങ്ങൾ ഞങ്ങളുടെ കൗൺസിലർ പുറത്ത് ഒരു കൈ വച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും അതിന് മറുപടി തരുവാനുമുള്ള പാരമ്പര്യവും കപ്പാസിറ്റിയുമുള്ള പ്രസ്ഥാനം തന്നെയാണ് ഈ സമരം നയിക്കുന്നത് എന്ന് ഈ ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിക്കാം. അഴിമതിക്കെതിരെ തിരുവനന്തപുരം നഗരസഭയിൽ വലിയ പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തത്സമയ ദൃശ്യങ്ങളും വാർത്തകളുമാണ് കണ്ടത്.